അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിറല്ലാഹി അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ പ്രിയ സഹോദരിമാരെ, ആത്മീയത എന്ന വിഷയത്തിൽ നിങ്ങളോട് മഹത്വമേറിയ അറിവ് പങ്കുവെക്കാൻ ഈ ഒരു അവസരം നൽകിയ നാഥനെ ഞാൻ ആദ്യം തന്നെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. എന്താണ് ആത്മീയത? തൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും സ്വഭാവവും ചിന്തയും നന്മയിലേക്ക് നയിക്കുകയും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്നതുമാണ് ആത്മീയത കൊണ്ടുള്ള വിവക്ഷ. ആത്മീയത കൈവരിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് നാം അടുക്കേണ്ടതുണ്ട്. അതിനായി നമ്മുടെ കൽബുകളെ നാം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നിയ്യത്തിലൂടെയാണ് കൽബിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുക. പ്രിയ സഹോദരിമാരെ, ഈ ഒരു ക്ലാസ്സിലൂടെ ആത്മീയത എങ്ങനെ കൈവരിക്കാം, അതിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദുആകളിലൂടെയും നിയ്യത്തിലൂടെയും ആത്മീയത കൈവരിക്കുക എങ്ങനെയെല്ലാമാണ് എന്നാണ് ഈ ക്ലാസ്സിലൂടെ ഉള്ളടങ്ങിയിട്ടുള്ളത്. ആത്മീയതയുടെ അടിസ്ഥാനം അത് നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കർമ്മങ്ങളുടെ അടിസ്ഥാനം അത് ഉദ്ദേശ്യമാകുന്നു. ഓരോരുത്തർക്കും അവർ ഉദ്ദേശിച്ചതെന്തോ അതാണ് ലഭിക്കുക. ഏതൊരാളുടെയും ഹിജ്റ അള്ളാഹുവിനെയും റസൂലിനെയും ഉദ്ദേശിച്ചാണോ അയാളുടെ ഹിജ്റ അള്ളാഹുലേക്കും റസൂലിലേക്കുമായിരിക്കും. ഒരാളുടെ ഹിജ്റ ഭൗതിക നേട്ടം ഉദ്ദേശിച്ചാണോ, ഏതെങ്കിലും സ്ത്രീയെ വിവാഹം ചെയ്യുക എന്നതാണോ ആണെങ്കിൽ ആ ഹിജ്റ അയാൾ ഉദ്ദേശിച്ചതിലേക്ക് മാത്രമായിരിക്കും. ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഏതൊരു കർമ്മങ്ങളുടെയും അടിസ്ഥാനം അത് നിയ്യത്താണ്. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മുടെ നിയ്യത്ത് നമുക്ക് നന്നാക്കാൻ സാധിക്കണം. ജീവിതത്തിലുടനീളം നിയ്യത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ പടച്ച റബ്ബ് നമ്മയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രിയ സഹോദരിമാരെ, ഏറെ ഗൗരവപ്പെട്ട കാര്യമായി നിയ്യത്തിനെ നാം കാണേണ്ടതുണ്ട്. ഏതൊരു പ്രവൃത്തിയും ശരിയാകുന്നതിന് നിയ്യത്ത് നിർബന്ധമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തീർച്ചയായും അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കോ സമ്പത്തിലേക്കോ അല്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്കും കർമ്മങ്ങളിലേക്കും മാത്രമാണ് അവൻ നോക്കുക. ഹൃദയത്തിലേക്കുള്ള നോട്ടം എന്നത് നിയ്യത്തിലേക്കുള്ള നോട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം നിയ്യത്തിനെ നാം നന്നാക്കേണ്ടതുണ്ട്. ഏതൊരു കർമ്മവും സ്വീകരിക്കണമെങ്കിൽ മനസ്സിലെ നിയ്യത്ത് നന്നാകണം. നമ്മുടെ ജീവിതത്തിലെ ഏത് നന്മയും വലുതോ ചെറുതോ വിഷയമല്ല, ചെയ്യുന്ന സമയത്തെ മനസ്സിൻ്റെ ഉദ്ദേശമനുസരിച്ചാണ് പ്രതിഫലം. പ്രശസ്തിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്നതെല്ലാം പ്രതിഫലം ലഭിക്കുകയില്ല, മറിച്ച് ദുന്യാവിൽ പ്രശസ്തി ലഭിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പ്രശസ്തിക്കോ പൊങ്ങച്ചതിനു വേണ്ടിയാകരുത് നമ്മുടെ എല്ലാം ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും. നല്ല നിയ്യത്തോടു കൂടിയായിരിക്കണം. നല്ല നിയ്യത്തോടെ ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കുന്നതും ഉറങ്ങുന്നതിനും കൂലിയുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണെന്ന നിയ്യത്തോടെ കർമ്മങ്ങൾക്ക് പൂർണ്ണത ലഭിക്കാം. ഇമാം അസ്സാലി രേഖപ്പെടുത്തുന്ന ചരിത്രത്തിലും കാണാൻ സാധിക്കും, ബനു ഇസ്രായേൽപ്പെട്ട ഒരാൾ, അദ്ദേഹം ഇങ്ങനെ നല്ല വിശപ്പ് സഹിക്കുന്ന ആളുകൾക്കിടയിലൂടെ നടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. റബ്ബേ, എൻ്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇവരെ സഹായിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ യാതൊന്നുമില്ല. അദ്ദേഹം മരുഭൂമിയിലൂടെ നടക്കുകയാണ്. മരുഭൂമി നോക്കി മനസ്സിൽ പറഞ്ഞു, അള്ളാഹുവേ, ഈ മണൽത്തരികളോളം ഭക്ഷണധാന്യങ്ങളാവുകയും അവയെല്ലാം എൻ്റെ ഉടമസ്ഥയിലാവുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഈ ജനങ്ങൾക്ക് സ്വതക്ക ചെയ്തേനെ, അവരുടെ പ്രയാസം അകറ്റുമായിരുന്നേനെ. കൽബുകൊണ്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യാണ്. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നിയ്യത്തായിരുന്നു. ഉടനെ അള്ളാഹു അന്ന് ജീവിച്ചിരുന്ന പ്രവാചകനിലേക്ക് വഹി അറിയിച്ചു കൊടുക്കുകയാണ്, അദ്ദേഹത്തിന് സ്വതക്ക അള്ളാഹു സ്വീകരിച്ചു എന്ന് അറിയിക്കണമെന്ന്. നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നത്, ആ മണൽത്തരികളോളം ഭക്ഷണം ധാന്യമായി അദ്ദേഹം സ്വതക്ക ചെയ്ത് പ്രതിഫലം ലഭിക്കുകയാണ്. അദ്ദേഹം യാഥാർത്ഥ്യത്തിൽ ഇവിടെ സ്വതക്ക ചെയ്തിക്കണോ ഇല്ല, പക്ഷെ അദ്ദേഹത്തെ നിയ്യത്ത് നല്ലതായതുകൊണ്ട് തന്നെ അള്ളാഹു മഹത്വമേറിയ പ്രതിഫലം കൊടുത്തു എന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല നിയ്യത്തോട് നമുക്ക് ആത്മീയത ദൃഢമാക്കാം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാം എന്നതാണ്. നമ്മുടെ എല്ലാം നല്ല നിയ്യത്താകണം. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ നിയ്യത്തിനെ നമ്മൾ എപ്പോഴും നല്ലതാക്കാൻ ശ്രദ്ധിക്കണം. അതിൽ ഖുശൂഅോടുകൂടി യാതൊരു പൊങ്ങച്ചത്തിൻ്റെയും പ്രശസ്തിയുടെയും ഒരംശം പോലും ഇല്ല എന്ന് നാം ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അതുപോലെ മറ്റ് ഗൗരവമായ ഒരു വിഷയമാണ്, നമ്മളെല്ലാം ദുആ ചെയ്യാറുണ്ട് അല്ലേ? ആ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൽബ് എങ്ങനെയുള്ളതാണ്? അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യഖ്ബിലു ദുആ മിൻ ഖൽബിൻ ലാഹിഖ്. അശ്രദ്ധമായ മനസ്സുകളിൽ നിന്നുള്ള ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നത്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഇൽമുകൾ, നമ്മുടെ ഏതൊരു ഇബാദത്ത്, നമ്മുടെ ഏതൊരു പ്രവർത്തനം, അതിലെല്ലാം അള്ളാഹുവിനെ പറ്റി നമ്മൾ അശ്രദ്ധവാനാണെങ്കിൽ നമ്മുടെ ആ ഒരു പ്രവർത്തനം പാഴായി മാറിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു നിയ്യത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഏതൊരു പ്രവൃത്തിയും ചെയ്യേണ്ടത്. കൽബിൻ്റെ ശുദ്ധിയും ആത്മീയതയും വളർത്തിയെടുക്കാനും ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദുആഉ സിലാഉൽ മുഅ്മിൻ, പ്രാർത്ഥന എന്നത് ഒരു വിശ്വാസിയുടെ വജ്രായുധമാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ ആരാധനയാണ്. അല്ലാഹു തആല പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതെ, അള്ളാഹുവിനോടുള്ള ദുആയിലൂടെയും ഇബാദത്തിലൂടെയും എല്ലാം നമുക്ക് ആത്മീയത വളരെയധികം ദൃഢമാക്കാൻ സാധിക്കുന്നു എന്നതാണ്. അദ്ദുആ മിഫ്താഹുൽ ഹവായിസ് വസ്നാനുഹു ലുക്മത്തുൽ ഹലാൽ, പ്രാർത്ഥന എന്നത് ആവശ്യങ്ങൾക്കുള്ള താക്കോലാണ്. ആ താക്കോലിൻ്റെ പല്ലുകൾ ഹലാലായ ഭക്ഷണമാണ്. ഹലാലായ ഭക്ഷണം കഴിക്കുകയും ഹൃദയ സാന്നിധ്യത്തോടു കൂടി റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ റബ്ബ് അത് ഒരിക്കലും തട്ടിക്കളയുകയില്ല എന്നതാണ്. ആ ദുആക്ക് തീർച്ചയായും ഇജാബത്ത് ലഭിക്കുകയും ചെയ്യും. നമ്മുടെയെല്ലാം എല്ലാ ആവശ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പ്രാർത്ഥന. ആവശ്യങ്ങൾക്കുള്ള വിശ്രമ സങ്കേതമാണ്. പ്രയാസം അനുഭവിക്കുന്ന തണലാണ് ദുആ, അല്ലേ? അപ്പോൾ നമ്മുടെ എല്ലാം ആത്മീയത കൈവരിക്കുന്നതിൽ ദുആൻ്റെ പങ്ക് വളരെയധികം പ്രാധാന്യമാണ്. പ്രിയ സഹോദരിമാരെ, നമ്മളെല്ലാം കേൾക്കുന്നൊരു കാര്യമാണ്, ഞാൻ ഇത്രയൊക്കെ ദുആ ചെയ്തിട്ടും എന്തുകൊണ്ട് അള്ളാഹ് ഇത് സ്വീകരിക്കുന്നില്ല, പടച്ചവൻ എനിക്ക് എന്തുകൊണ്ട് ഉത്തരം നൽകില്ല എന്നത്. അതോടെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത്, ഒരടിമ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒന്നുകിൽ അള്ളാഹ് ആ ചോദിച്ചതിന് അതേപടി ഉത്തരം നൽകും, അല്ലെങ്കിൽ അതിനേക്കാൾ ഹൈറായത് റബ്ബുൽ ഇസ്സത്ത് നൽകും. ഒരടിമക്ക് ഹൈറായി തോന്നുന്നത് റബ്ബിൻ്റെ അടുക്കൽ ഷർറായിരിക്കാം, ഒരടിമക്ക് ഷർറായി തോന്നുന്നത് റബ്ബിൻ്റെ അടുക്കൽ ഹൈറായിരിക്കാം. നല്ല വശവും മോശം വശവും ഒരടിമക്ക് അറിയില്ല, അത് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാണ് അറിയുക. അതുപോലെ ഈ ചോദ്യത്തിനുള്ള പകരമായിട്ട് ഹൈറായി അള്ളാഹ് പിന്നീട് പ്രാധാന്യം ചെയ്യും. മറ്റൊന്ന്, ഇവന് വിധിച്ച ഏതെങ്കിലും ഷർറ് ഉണ്ടെങ്കിൽ അള്ളാഹ് ഈ ദുആക്ക് പകരമായി തട്ടിമാറ്റി കളയുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവരുടെയും ഏതൊരു ദുആവും അത് ഒരു വെറും ദുആയി മാത്രം മാറുന്നില്ല. ആ ദുആകളെല്ലാം അള്ളാഹ് ഉത്തരം നൽകുന്നു എന്നതാണ്. അതുപോലെ നമ്മുടെ ഏതൊരു കാര്യം പടച്ച റബ്ബിനോട് ഭരമേൽപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നതാണ്. തവക്കൽതു അലല്ലാ, എൻ്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടം വരികയാണെങ്കിലും എൻ്റെ കൂടെ എനിക്ക് പടച്ച റബ്ബുണ്ട്, എനിക്ക് ഭയപ്പെടേണ്ടതില്ല, എല്ലാത്തിനും കഴിവുള്ള പടച്ച റബ്ബിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിനാണ് ടെൻഷനാകുന്നത്. തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ നമ്മൾ പരമേൽപ്പിക്കണം. അതുവഴി നമുക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ ആത്മീയതയോടുകൂടി ദൃഢമായി കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്നതാണ്.